ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൈശാഖിനെയും വൈശാഖിന്റെ കാമുകി കൃഷ്ണയെയുമാണ്. എത്ര പേരുണ്ടായിരുന്നെന്ന് കാർത്തി എസ് ഐയോട് ചോദിക്കുമ്പോൾ ദാദ ഉൾപ്പെടെ 9 പേരുണ്ടായിരുന്നെന്നും എല്ലാവരെയും സ്റ്റേഷനിലേക്ക് വിട്ടിട്ടുണ്ടെന്നും എസ് ഐ പറയുന്നു. തുടർന്ന് വൈശാഖിനെ ചൂണ്ടിക്കൊണ്ട് എസ് ഐ പറയുകയാണ്, ഇവൻ സാറിനെ ഇട്ട് ഒരുപാട് വട്ടം ചുറ്റിച്ചതല്ലേ, അപ്പോൾ സാറിനെ ഒന്ന് കാണിച്ചിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ കരുതി. സാറിന് വേണ്ടി ഞാൻ രണ്ടെണ്ണം കൊടുക്കട്ടെ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ ഇവന് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണെന്നും ഇനിയൊന്നും കൊടുക്കണ്ടെന്നും കാർത്തി പറയുന്നു. തുടർന്ന് വൈശാഖിനോട് താരകയുടെ ഫോൺ നമ്പർ ചോദിക്കുകയാണ് കാർത്തി. നിന്റെ അമ്മയെ ഞാൻ വിളിച്ചു പറയാം, നീ അനാശാസ്യത്തിന് അകത്താണെന്ന്. അവര് വന്ന് നിന്നെ ജാമ്യത്തിൽ ഇറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തി നമ്പരും വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. വിഷമത്തോടെ ഇരിക്കുന്ന മീനാക്ഷിയുടെ അടുത്തേക്ക് നന്ദിനി ചെല്ലുകയാണ്. എന്താ എൻ്റെ മോൾക്ക് എന്തു പറ്റി? എന്ത് പ്രശ്നമാണെങ്കിലും അമ്മയോട് പറ, അമ്മ ഒരു പരിഹാരം കണ്ടെത്തി തരാമെന്നും നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതമ്മേ, എൻ്റെ അച്ഛനെ ആരായിരിക്കും ഉപദ്രവിച്ചത് എന്നായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. എന്താണെങ്കിലും നമ്മളോട് അടുപ്പമുള്ള ആരോ തന്നെയാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഉറപ്പാണ്. മിക്കവാറും ഇന്ദ്രജ വല്യമ്മയാകാനാ സാധ്യത. വല്യമ്മയ്ക്കല്ലേ അച്ഛനോടും അമ്മയോടും ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്. പിന്നെ ആരോ ഒരാൾ ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചോർത്തി കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ അമ്മായിയമ്മയാണോ എന്ന് എനിക്കൊരു സംശയവുമുണ്ട്. അവർ തമ്മിൽ എന്തൊക്കെയോ രഹസ്യ ഇടപാടുകളുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് നന്ദിനി. ഞാൻ പറയുന്നത് എൻ്റെ സംശയമാണെങ്കിലും അതിൽ സത്യമുണ്ടെന്ന അമ്മേ ഞാൻ വിശ്വസിക്കുന്നത്. ഫോണും എടുത്തുകൊണ്ട് എൻ്റെ അമ്മായിയമ്മ ഓടുന്നതും രഹസ്യമായി ഫോണിൽ സംസാരിക്കുന്നതുമൊക്കെ ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുള്ളതാ. അത് വേറെ എന്തെങ്കിലും കാരണത്തിനായിരിക്കുമെന്ന് നന്ദിനി പറയുമ്പോൾ അല്ലെന്നും ഇത് അവരുടെ രഹസ്യ ഗൂഢാലോചനയിൽ ഉണ്ടായതാണെന്ന് എനിക്ക് ഉറപ്പാണെന്ന് മീനാക്ഷി പറയുന്നു. മോളെ, നീ ഇങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ. എന്തൊക്കെ പറഞ്ഞാലും സാവിത്രിയുടെ കൂടപ്പിറപ്പല്ലേ ജയേട്ടൻ. പിന്നെ നീ എന്നോടിപ്പോൾ പറഞ്ഞ കാര്യമൊന്നും കാർത്തിയോട് പറയണ്ട. വെറുതെ മോളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കണ്ടെന്നും നന്ദിനി പറയുന്നു. ഇത് കേൾക്കുന്ന മീനാക്ഷി അതിന് സമ്മതം പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖിന്റെ വീടാണ്. കുളി കഴിഞ്ഞു വരുന്ന മൈഥിലി തന്റെ സ്വർണവളയും മോതിരവുമൊന്നും വെച്ച സ്ഥലത്തിലെന്ന് തിരിച്ചറിയുകയാണ്. തുടർന്ന് അവിടെയെല്ലാം തിരിഞ്ഞതിനു ശേഷം മൈഥിലി ഹാളിലേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് വൈശാഖിന്റെ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ്, അത് പിന്നെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് എൻ്റെ സ്വർണവളയും മോതിരവും അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ അത് കാണുന്നില്ല. ഇനി വൈശാഖ് എടുത്തുകൊണ്ട് പോയോ എന്ന് അറിയില്ലെന്നും മൈഥിലി പറയുമ്പോൾ അയാൾ ഉടൻ തന്നെ താരകയെ വിളിക്കുകയാണ്. എന്താ മനുഷ്യ എന്ന് ചോദിച്ചുകൊണ്ട് താരക അങ്ങോട്ടേക്ക് വരുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, താരകെ, ഈ കൊച്ചിന്റെ സ്വർണവളയും മോതിരവും ഒന്നും കാണുന്നില്ലെന്ന് അത് നീ എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ മനുഷ്യ എന്നെ കള്ളിയാക്കുകയാണോ? എനിക്ക് ആവശ്യത്തിന് സ്വർണമുണ്ട്, ഇവളുടെ സ്വർണമൊന്നും എനിക്ക് വേണ്ടെന്ന് താരക പറയുന്നു. വൈശാഖായിരിക്കും എടുത്തത്, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മൈഥിലി വൈശാഖിനെ വിളിക്കുന്നുണ്ടെങ്കിലും വൈശാഖ് കോൾ എടുക്കുന്നില്ല. തുടർന്ന് താരകയുടെ ഫോണിലേക്ക് കാർത്തി വിളിക്കുകയാണ്. നിങ്ങളുടെ മകൻ വൈശാഖിനെ വേശ്യാലയത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് സ്റ്റേഷനിൽ വരികയാണെങ്കിൽ ചിലപ്പോൾ ജാമ്യം കിട്ടുമെന്നും കാർത്തി പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് താരക. തുടർന്ന് ഫോൺ വെച്ചതിന് ശേഷം താരക ഈ കാര്യം മൈഥിലിയോടും വൈശാഖിന്റെ അച്ഛനോടും പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരുമോ സ്റ്റേഷൻ വരെയെന്ന് താരക വൈശാഖിന്റെ അച്ഛനോട് ചോദിക്കുമ്പോൾ ഈ വൃത്തികെട്ട പരിപാടിക്കൊന്നും ഞാൻ വരില്ലെന്ന് അയാൾ തീർത്ത് പറയുന്നു. തുടർന്ന് മൈഥിലിയോട് കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ എന്ന് താരക ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നും ആകെയുള്ള സ്വർണം വൈശാഖ് കൊണ്ടുപോയെന്നും മൈഥിലി പറയുന്നു. എൻ്റെ സ്വർണം വിറ്റിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോനെ പുറത്തിറക്കുമെന്ന് പറഞ്ഞ് താരക സ്റ്റേഷനിലേക്ക് പോകുന്നു. അതേസമയം ഇതെല്ലാം കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് മൈഥിലി. തുടർന്ന് വൈശാഖിന്റെ അച്ഛൻ ദേഷ്യത്തോടെ മൈഥിലിയോട് പറയുകയാണ്, ഇങ്ങനെ ഇവിടെ കിടന്ന് നരകിക്കാതെ ഇറങ്ങിപ്പോകാൻ നോക്കൂ കൊച്ചേ. അങ്ങനെ വൈശാഖിന്റെ അച്ഛൻ പോയതിനു ശേഷം മൈഥിലി മനസ്സിൽ പറയുകയാണ്, ആ മനുഷ്യൻ പറഞ്ഞത് തന്നെയാ ശരി, ഇതൊരു നരകം തന്നെയാ. പക്ഷേ ഞാൻ ഈ നരകം സ്വയം തിരഞ്ഞെടുത്തതല്ലേ, ഇനി എന്താണെങ്കിലും എനിക്ക് ജീവിക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് മൈഥിലി അവിടെയുള്ള സ്റ്റോർ റൂമിൽ പോയി എന്തൊക്കെയോ തിരയുകയാണ്. അതിനുശേഷം മൈഥിലിക്ക് അവിടെ നിന്ന് ഒരു വിഷത്തിന്റെ കുപ്പി കിട്ടുകയാണ്. വിഷം കുടിക്കാനൊരുങ്ങുന്ന മൈഥിലിക്ക് തന്റെ കുഞ്ഞിന്റെ മുഖം ഓർമ്മ വരുന്നു. അതിൽ നിന്നും കുറച്ച് വിഷം കുടിച്ചതിന് ശേഷം മൈഥിലി കാർത്തിയെ വിളിക്കുന്നു. എന്താ കാര്യമെന്ന് കാർത്തി ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് കാണണമെന്ന് മൈഥിലി പറയുന്നു. എനിക്ക് നിന്നെ കാണണ്ടെന്ന് കാർത്തി പറയുമ്പോൾ എനിക്കൊന്ന് കാണണമെന്നും ഇനി ഒരുപക്ഷെ കാണാൻ സാധിച്ചില്ലെങ്കിലോ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും മൈഥിലി പറയുന്നു. നമ്മുടെ വിവാഹം നടന്ന ക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് മൈഥിലി കോൾ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ മൈഥിലി എങ്ങനെയൊക്കെയോ ക്ഷേത്രത്തിലെത്തുകയാണ്.
വിഷക്കുപ്പിയും കൊണ്ടാണ് മൈഥിലി ക്ഷേത്രത്തിലേക്ക് വരുന്നത്. എന്നെപ്പോലെയുള്ള സ്ത്രീകളെ എന്തിനാമേ നീ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത്? അത്രയ്ക്കും ദ്രോഹമാ ഞാൻ ചെയ്തിട്ടുള്ളത്. എന്റെ മരണം കൊണ്ട് മാത്രമേ ഇതിനൊക്കെ ഒരു പ്രായശ്ചിത്തമാവുകയുള്ളെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് മൈഥിലി. അതേസമയം കാർത്തി അങ്ങോട്ടേക്ക് വരികയാണ്. കാർത്തിയെ കണ്ട് വിഷമത്തോടെ നോക്കി നിൽക്കുന്ന മൈഥിലിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.